കെ മണികണ്ഠൻ എഴുതി വോൾഗ ബുക്സ് പ്രസിദ്ധീകരിച്ച മിന്നാമിനിങ്ങിന്റെ യാത്രകൾ. 15 കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. 15 കഥകളും വളരെ മികച്ചതെന്ന അവകാശവാദം ഉന്നയിക്കാൻ എനിക്ക് സാധ്യമല്ലെങ്കിലും എന്നെ വളരെ ചിന്തിപ്പിച്ച, വേദനിപ്പിച്ച 4 കഥകൾ ഇതിനകത്തുണ്ട്. അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് നിസ്സംശയം തന്നെ പറയാം. കുറുമ്പയുടെ വീട്, ചിത, ചിരട്ട മോതിരം, വെള്ളാരം കണ്ണുള്ള പെൺകുട്ടി, ഈ 4 കഥകളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ പുസ്തകത്തിൽ. ഈ രാജ്യത്ത് നടക്കുന്ന ഓരോ സമരങ്ങളും മനുഷ്യന് വേണ്ടിയുള്ളതാണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. നാളെ നടക്കാൻ പോകുന്ന സമരവും അങ്ങനെ തന്നെയാണ്. നീതി കിട്ടാതെ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയാണ് നാം പോരാടേണ്ടത്. അവിടെ ജാതിയോ മതമോ വർണ്ണമോ എന്നതിലുപരി മനുഷ്യൻ എന്നതിലാണ് നാം വില കൽപ്പിക്കേണ്ടത്. അത് കഴിഞ്ഞ് മറ്റെന്തിനെക്കുറിച്ചും ചിന്തിക്കാവൂ. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും പറയാം, നമ്മളുണ്ട് കൂടെ. കുറുമ്പയുടെ വീട് എന്ന കഥയിലെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ വായിച്ചത്. നല്ല ഭംഗിയുള്ള ഇലസ്ട്രേഷൻസോട് കൂടിയ ഈ പുസ്തകം ഒറ്റ ഇരിപ്പിന് നിങ്ങൾക്ക് വായിച്ചു തീർക്കാം. 98 പേജുകളോട് കൂടിയ വോൾഗ ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന് 150 രൂപയാണ് വില വരുന്നത്. മതേതര ഭാവം കൊണ്ട് സമ്പന്നമായ കഥകൾ സ്നേഹത്തിലേക്കും ആർദ്രതയിലേക്കും നമ്മെ ഉണർത്തും. കെ മണികണ്ഠൻ എന്ന എഴുത്തുകാരൻ ഈ പുസ്തകത്തിൽ ഉപയോഗിച്ച ഭാഷയും ആഖ്യാന ശൈലിയും എടുത്തു പറയേണ്ടത് തന്നെയാണ്. സ്നേഹം കൊണ്ടും ആർദ്രത കൊണ്ടും നെയ്തെടുത്ത 15 കഥകൾ അടങ്ങിയ മിന്നാമിനുങ്ങിന്റെ യാത്രകൾ.